PM ശ്രീ പദ്ധതി തുടരാനുള്ള തീരുമാനമുണ്ടാക്കിയ വിവാദങ്ങൾക്കിടെ വി.ഡി. സതീശൻ സർക്കാർ ഭരണത്തിൽ ഇന്ന് ഒരു മാസം പൂർത്തിയാക്കുകയാണ്. മുൻ സർക്കാരിന്റെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ തിരുത്തിയും തെരഞ്ഞെടുപ്പ് കാല വാഗ്ദാനങ്ങൾ പാലിച്ചുമാണ് സർക്കാർ ഒരു മാസം തികയ്ക്കുന്നത്. എന്നാൽ സംഘപരിവാറിന് കീഴടങ്ങുന്ന ഭരണമാണ് UDFന്റെ ഒരു മാസമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. LDF സർക്കാരിന്റെ കാലത്ത് വിമർശിക്കപ്പെട്ട നയങ്ങളും നടപടികളും തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അധികാരത്തിൽ ഒരു മാസം തികയ്ക്കുന്നത്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയാണ് ഏറ്റവും പ്രധാന പദ്ധതി. ജനങ്ങളുടെ എതിർപ്പിന് പാത്രമായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയും ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചും കരിങ്കൊടി കാണിച്ച KSUക്കാരുടെ തലക്കടിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തും ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിട്ടുകൊണ്ടുമാണ് വി.ഡി. സതീശൻ ഭരണമാറ്റത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് ധവളപത്രമിറക്കി. അംഗൻവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി ജീവനക്കാർക്കും കൂടി വേതനം വർദ്ധിപ്പിച്ചു. വയറ്റിൽ കത്രികയുമായി അലഞ്ഞ ഹർഷീനയ്ക്ക് ജോലി, ചികിത്സാ വീഴ്ചയിൽ മരിച്ച കരുനാഗപ്പള്ളി സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് സഹായം തുടങ്ങിയ നടപടികളും ശ്രദ്ധേയമായി. എന്നാൽ മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫിലെ ബന്ധുനിയമനം, പ്ലീഡർ നിയമനം എന്നിവ വിവാദമായി. ഇപ്പോൾ PM ശ്രീയിലെ തീരുമാനവും സർക്കാരിനെ വിവാദത്തിലാക്കിയിട്ടുണ്ട്. UDF സർക്കാരിന് സംഘപരിവാർ വിധേയത്വമാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. സത്യപ്രതിജ്ഞ മുതൽ സംഘപരിവാറിന് വഴങ്ങിക്കൊടുത്തുവെന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. RSS പരിപാടിയിൽ 3 VCമാർ പങ്കെടുത്തതിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. PM ശ്രീ വിഷയത്തിലും UDF സർക്കാർ നയങ്ങളിൽ നിന്ന് വ്യതിരിച്ചതായി പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണം, സംസ്ഥാനത്തെ പകർച്ചവ്യാധി, KSRTC സൗജന്യ യാത്ര, സ്ത്രീകളുടെ ക്ഷേമ പദ്ധതികൾ, വാഹന മോഡിഫിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിലും വിമർശനമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.